ഹലോ, ദേക്ക ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു ട്യൂട്ടോറിയൽ പോലെയെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഈ ഒരു പാറ്റേൺ എനിക്ക് നേരത്തെ ഞാൻ ചെയ്തിട്ട് ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് വരുന്നത്, ഈ ഒരു പാറ്റേൺ ചെയ്ത് കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാനിത് ഇങ്ങനെ ഒരു വർക്ക് എനിക്ക് പുതിയതായിട്ട് കിട്ടിയപ്പോഴേക്കും എംബ്രോയ്ഡറി പഠിക്കണ ഒരുപാട് പേര് നമുക്ക് പുതിയ പുതിയ വർക്കൊക്കെ വരുമ്പോഴേക്കും അതൊക്കെ ഒന്ന് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുമെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് സ്ക്വയർ ഷേപ്പിൽ ഫുള്ള് കവർ ചെയ്ത് വരുന്ന രീതിയിലുള്ള വർക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സ്റ്റിച്ചിങ് എംബ്രോയ്ഡറി പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പാറ്റേൺ വരച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ട്രേസ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാനിപ്പോൾ ഈ ഒരു പാറ്റേൺ ചെയ്യണതിൽ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഡിസൈൻ മാത്രമാണ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ നമ്മൾ വരച്ചു. അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ ഞാൻ വരച്ചെടുക്കാനായിട്ട് സ്റ്റാൻഡേർഡ് എന്നുള്ളൊരു പെൻസിൽ മാർക്കർ ഉപയോഗിച്ചിട്ടാണ് വരച്ചെടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വരക്കാൻ അറിയാൻ പാടില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് ട്രേസിങ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് ട്രേസ് ചെയ്തെടുത്തിട്ട് ആ ഒരു പാറ്റേൺ ഒന്ന് വരച്ചെടുത്തിട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പം ഞാൻ എല്ലാ വർക്കിലും ജസ്റ്റ് ഒന്ന് നമുക്ക് റൗണ്ടായിട്ടുള്ള ഭാഗം, ഫ്ലവർ കൊടുക്കേണ്ട ഭാഗം ഒന്ന് റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഓരോ സ്റ്റെപ്പും അതിനനുസരിച്ചിട്ടാണ് ചെയ്തു പോകാറുള്ളത്. ആദ്യമേ തന്നെ നമുക്കിപ്പോൾ ചിലപ്പോൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ പല പല ഐഡിയാസ് നമുക്ക് ആ ടൈമിൽ വരുമ്പോഴേക്കും അതുകൂടി നമ്മൾ ആ ഒരു വർക്കിൽ ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടിട്ട് തന്നെയാണ് ഓരോ ഡിസൈൻ്റെ പാറ്റേൺ ഞാൻ നേരത്തെ വരച്ച് വെക്കാത്തത്. കാരണം ഇപ്പം നമ്മൾക്ക് ഒരു വർക്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ആഡ് ചെയ്യണമെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പാറ്റേണിൻ്റെ ആവശ്യം വരണില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ആ ടൈമിൽ നമുക്ക് ഓരോ വർക്കിലും കുറച്ചും കൂടി ഭംഗിയാക്കി എങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിൽ ഓരോ വർക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് തോന്നണത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഓരോ വർക്കും ചെയ്തെടുക്കണത്. ഇപ്പോൾ ഒരു കസ്റ്റമർ തരണ വർക്കിൽ നമുക്ക് അവർ തരണ രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതിയാവും. പക്ഷേ നമ്മുടെ രീതിയിലുള്ള വർക്കൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഓരോ ഡിസൈൻ കുറച്ചും കൂടി നല്ല രീതിയിലാക്കാനായിട്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ ഓരോ എന്തെന്നാ പറയണത്, നല്ല ഒരു ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ ത്രെഡ് വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡിസൈനൊക്കെ ചെയ്തിട്ട് നമുക്കൊന്ന് പരീക്ഷിച്ചും കൂടിയൊക്കെ നോക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതിലെ ലാവൻഡർ ഷെയ്ഡിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറിലെ തന്നെ ത്രെഡുകളാണ് നമ്മൾ വർക്കിനായിട്ടും കൂടി എടുത്തിരിക്കുന്നത്. ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയ ശേഷം മാത്രമാണ് ലീഫിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പാറ്റേൺ നമ്മൾ വരച്ചെടുക്കണത്. അപ്പോൾ അത് നമ്മൾക്ക് നമ്മുടെ യുക്തിക്കനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും അത് ഇപ്പോൾ അതിൻ്റെ തണ്ട് ഏത് ഭാഗത്തേക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മളുടെ ഐഡിയ അനുസരിച്ചിട്ട് നമുക്കത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ച് വരുന്ന രീതിയാണെങ്കിലും നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ഓരോ ഇതളിനും കൊടുത്തിരിക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു ലീഫും വരണത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നോർമൽ ഒരു സാധാരണ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ആ ഒരു വർക്ക് നമ്മൾ കൊടുത്തായിരുന്നെങ്കിൽ ഇത്രയും ഭംഗിയിൽ നമുക്ക് ആ ഒരു പാറ്റേൺ ചെയ്തെടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെയാണ് ആ ഓരോ ഇതളിനും നമ്മൾ ചെറിയൊരു കുനിപ്പ് പോലെ കൊടുത്തിട്ട് ഈ ഒരു വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്തെടുത്തേക്കണത്. സാധാരണ നമ്മൾ ഇതുപോലെയുള്ള നെക്ക് വർക്കൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരു സൈഡിലത്തെ പാറ്റേൺ അതേപോലെ തന്നെയായിരിക്കും മറു സൈഡിലും വരുന്നത്. അതായത് ഈക്വലായിട്ട് രണ്ട് സൈഡിലേക്കും ഒരേ രീതിയിൽ തന്നെ ഡിസൈൻ വരുന്ന രീതിയിലാണ് സാധാരണ നമ്മൾ ഡിസൈനൊക്കെ ചെയ്യാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾക്ക് ആ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ ഈ ഫ്ലവറും ലീഫും ഫില്ലാക്കി എടുക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾക്ക് ആ ഒരു ഇലയും തണ്ടും ഒക്കെ പോണതിന് പ്രത്യേക ഡയറക്ഷനൊന്നും കൊടുക്കാതെ തന്നെയാട്ടോ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾക്ക് ആ ഒരു സ്റ്റെമ്മും അതുപോലെ ഫ്ലവറിൻ്റെയൊക്കെ പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് പ്രത്യേകിച്ച് പാറ്റേൺ വരച്ച് തന്നെ ചെയ്യണം.
പിന്നെ ഇതൊരു നമുക്ക് കളർഫുള്ളാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ത്രെഡുകളൊക്കെ ആഡ് ചെയ്തിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ ഇടക്കും പിന്നെ അതുപോലെ തന്നെ ആ ഒരു സ്റ്റെമ്മിൻ്റെ ഭാഗത്തുമൊക്കെ നമുക്ക് വേറെ കളറും കൂടിയൊക്കെ ആഡ് ചെയ്ത് കുറച്ചും കൂടി കളർഫുള്ളാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ നമ്മൾക്ക് ആ ഒരു കസ്റ്റമർക്ക് അങ്ങനെ വേണ്ടാത്തത് കൊണ്ടിട്ട് തന്നെ നമ്മൾ 2 ഷെയ്ഡിൽ മാത്രമാണ് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കി എടുത്തിരിക്കുന്നത്. എംബ്രോയ്ഡറി മിഷ്യത്തിൽ കൂടുതൽ ആളുകൾക്കും നമുക്കറിയാവുന്നൊരു കാര്യമാണ് സിൽക്ക് ത്രെഡ് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു വർക്ക് എല്ലാം ചെയ്തെടുക്കുന്നത്. പക്ഷേ എങ്കിലും ഇപ്പോഴും പല ആൾക്കാർക്കും ഇപ്പോൾ സ്റ്റിച്ചിങ് എംബ്രോയ്ഡറി മിഷ്യത്തിൽ ആ ഒരു വർക്കൊക്കെ പുതിയതായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോഴും ഒരു ഡൗട്ടുള്ള കാര്യമാണ് നമ്മൾ ഇതിൻ്റെ അത് ബോബിൻ കേസിൽ ഏത് ത്രെഡാണ് യൂസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതിൽ ശരിക്കും ഞാനിപ്പോൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ സ്റ്റിച്ചിങ് ത്രെഡ് തന്നെയാണ് ഞാൻ എടുക്കാറുള്ളത്. പക്ഷേ ഈ ഒരു മിഷ്യത്തിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബോബിൻ ത്രെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റുകളിലൊക്കെ നേരത്തെ കിട്ടുമായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഒരുപാട് കടകളിൽ ആ ഒരു ത്രെഡ് തിരക്കിയിട്ട് എനിക്ക് കിട്ടാത്തത് കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ സ്റ്റിച്ചിങ് ത്രെഡ് തന്നെ അതിൻ്റെ അകത്ത് ചുറ്റി കൊടുക്കാറുള്ളത്. ഇപ്പം നമ്മൾ ഏത് വർക്കാണ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു വർക്കിന് സ്യൂട്ടായിട്ടുള്ളൊരു കളറ് ഇപ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡിൽ വർക്കാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോബിൻ കേസിൽ വൈറ്റ് കളറിൽ തന്നെ നൂല് ചുറ്റി കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പക്ഷെ നമ്മളൊരു മൾട്ടി കളറായിട്ടുള്ള വർക്കാണ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അപ്പോഴപ്പോൾ ഈ ബോബിൻ കേസിൽ ത്രെഡ് ചുറ്റി കൊടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ലല്ലോ. ഇപ്പോൾ ബോബിൻ ത്രെഡ് കിട്ടാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ സ്റ്റിച്ചിങ് ത്രെഡ് തന്നെ യൂസ് ചെയ്താൽ മതിയാകും. അപ്പോൾ അത് മാക്സിമം നമ്മൾ ഒരു ലൈറ്റ് ഷെയ്ഡിലെ ത്രെഡുകളൊക്കെ തന്നെ നമ്മൾ ബോബിനിൽ ചുറ്റി കൊടുക്കണമായിരിക്കും കേട്ടോ ഏറ്റവും. പിന്നെ ഞാനൊരു എംബ്രോയ്ഡറിയുടെ ത്രെഡാണെങ്കിലും ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് KBC എന്ന് പറഞ്ഞൊരു ബ്രാൻഡാട്ടോ. അപ്പം നേരത്തെ ഞാൻ കൂടുതലായിട്ട് എടുത്തുകൊണ്ടിരുന്നത് ബട്ടർഫ്ലൈ, നന്ദി ആ ഒരു നൂലൊക്കെയായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ എടുക്കാൻ പോണ കടയിലെന്ന് വെച്ചാൽ ആ ഒരു കടയിൽ കൂടുതലും ഈ ഒരു KBC എന്നുള്ള ബ്രാൻഡിൻ്റെ നൂല് മാത്രമേ കിട്ടണുള്ളേ. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് കൂടി അറിയിക്കാനും കൂടി മറക്കരുതേ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.